കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ജി കാർത്തികേയൻ ഫൗണ്ടേഷന്റെ 12ാമത് പുരസ്കാരത്തിന് മുൻ മന്ത്രി പി.കെ. ഗുരുദാസൻ അർഹനായി. 25,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബർ 2 ചൊവ്വാഴ്ച പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജി കാർത്തികേയൻ ഫൗണ്ടേഷന്റെ 12ാമത് പുരസ്കാരത്തിന് മുൻമന്ത്രി പി.കെ. ഗുരുദാസൻ അർഹനായി. 25,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബർ 2 ചൊവ്വാഴ്ച രാവിലെ 8:30 ജിയുടെ വസതിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം കൈമാറും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പുരസ്കാരം സമ്മാനിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാവായിരുന്ന കാനൻ രാജേന്ദ്രൻ, പ്രശസ്ത വിപ്ലവ ഗായിക P.K. മേദിനി, മുൻ നിയമസഭാംഗമായിട്ടുള്ള ഡോക്ടർ പ്രൊഫസർ മീനാക്ഷി തമ്പാൻ, എഴുത്തുകാരൻ പ്രൊഫസർ പുതുശ്ശേരി രാമചന്ദ്രൻ, പരിസ്ഥിതി പ്രവർത്തകനായ കല്ലേൻ പൊക്കൂടൻ ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച് കഴിഞ്ഞ 2 ഘട്ടമായി ചുനക്കര ജനാർദ്ദൻ നായർ സാർക്കും തൊട്ട് മുമ്പ് കഴിഞ്ഞ വർഷം കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനം അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായ ജീവകാരുണ്യ പ്രവർത്തനായ ഡോക്ടർ നെല്ലു സാമരാജൻ ഞങ്ങൾക്ക് ചെയ്യുന്നു. മന്ത്രി ജെ ചിഞ്ചുറാണി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മുല്ലക്കര രത്നാകരൻ, കെ രാജൻ ബാബു, PS സുരേഷ്, കിരൺ ബാബു, നൂർനാട് മോഹൻ എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. KP മുരളീധരനാണ് ശില്പം രൂപകൽപ്പന ചെയ്യുന്നത്. അഡ്വക്കേറ്റ് അനിലസ് കലേലി ഭാഗം, K രവീന്ദ്രൻ പിള്ള, അഡ്വക്കേറ്റ് R രാജേന്ദ്രൻ, K സേതുകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.